ന്യൂസിലൻഡ് ജയിക്കും. ന്യൂസിലൻഡ് ജയിക്കുന്നോ? എന്താ കാരണം? ന്യൂസിലൻഡ് ജയിക്കും. ഇന്ത്യൻ ടീം അങ്ങോട്ട് പോരാ, അത് തന്നെ കാര്യം. പ്രതീക്ഷ ഒറ്റ പ്രതീക്ഷയുള്ളൂ, കപ്പടിക്കുക. അതാണ് നമ്മളെ കപ്പടിച്ചിരിക്കും. അഭിഷേകിൻ്റെ കാര്യം ഞാൻ കൂടുതൽ ഹോപ്പ് കൊടുക്കാറില്ല. ഇപ്പം ഞാൻ ഒരു രോഹിത് ശർമ്മ ഫാനാണ്. പക്ഷേ രോഹിത്തിൻ്റെ ആ ഒരു സ്റ്റൈൽ എങ്ങനെയാണോ അതേപോലെ തന്നെ അഭിഷേക് ശർമ്മയാണ്. അപ്പോൾ നമുക്ക് കൺസിസ്റ്റൻസി ആളുടെ നമുക്ക് പ്രതീക്ഷിക്കാൻ പാടില്ല ഒരിക്കലും. ബുംറയാണ് കഴിഞ്ഞ കളിയിൽ ആ ലാസ്റ്റ് ഓവറിൽ ടൈറ്റ് ചെയ്ത് അവൻ്റെ മിടുക്കുണ്ട്. അല്ലെങ്കിൽ കഴിഞ്ഞ കളി നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകേണ്ടായിരുന്നു സെമി. കേരളത്തിൽ നിന്ന് പോകുമ്പോൾ 10 കൊല്ലമായിട്ട് പുള്ളി ബെഞ്ചിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടിരിക്കണമാണ്. ഇപ്പം തിളങ്ങാൻ കിട്ടിയ നല്ല അവസരമാണ്. അതിന് ഇനി മുന്നോട്ട് നല്ല മാച്ചായിരിക്കും. പുള്ളി നല്ല മിക്കവാറും ഒരു സെഞ്ചുറി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ വരുണായിരിക്കും നമ്മുടെ ഫൈനലിൽ നമ്മുടെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ബോളർ. അപ്പോൾ ആരെയും അങ്ങനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. ആദ്യം സെമിയിൽ ഇംഗ്ലണ്ടായിട്ട് തന്നെ 253 റൺ അടിച്ചിട്ടും നമുക്ക് 5-6 റണ്ണിന് നമുക്ക് ജയിക്കാൻ പറ്റും. ഞാൻ എന്തായാലും ന്യൂസിലൻഡ് ജയിക്കുന്നേ പറയുള്ളൂ. കിവികളെ തിളയ്ക്കാനായി നാളെ കളത്തിലിറങ്ങുകയാണ് ടീം ഇന്ത്യ. 2026 വേൾഡ് കപ്പിൽ എന്തെല്ലാം പ്രതീക്ഷകളാണ് നമുക്ക് അവർ നൽകുന്നതെന്നും എന്തെല്ലാം തന്ത്രങ്ങളായിരിക്കും അവർ മെനയാൻ പോകുന്നതെന്നും ചോദിച്ചറിയാം. വെൽക്കം ടു സ്പീക്ക് ഓഫ് സ്പോർട്സ്. നമുക്ക് ആദ്യം തന്നെ ഇന്ത്യയുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നുള്ള പ്രതീക്ഷകൾ എന്താണെന്ന് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നാളെ സഞ്ജു 100 അടിക്കണം എന്നാണ്. നാളെ സഞ്ജു 100 അടിക്കണമെന്ന് ഞാൻ വാശി പിടിക്കൂല. സഞ്ജു കളിയിൽ ഫോം ആവണം, അങ്ങനെ ഇന്ത്യക്ക് കപ്പെടുക്കാൻ പറ്റും. അതെ, ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് സഞ്ജുവിന്റെ പെർഫോമൻസിലല്ല ഇന്ത്യ മുന്നോട്ട് പോകുന്നുള്ളത്. സഞ്ജുവിന്റെ പെർഫോമൻസിലാണ് ഇന്ത്യ മുന്നോട്ട്. അല്ലെങ്കിൽ സെമിയിൽ നിന്ന് പുറത്തു പോയാൽ സഞ്ജു ആ ഫോം ആയില്ലെങ്കിൽ തീർച്ചയായിട്ടും സെമിയിൽ നിന്ന് പുറത്തു പോകും. കാര്യം സെമിയിൽ ഇംഗ്ലണ്ടായിട്ട് തന്നെ 253 റൺ അടിച്ചിട്ടും നമുക്ക് 5-6 റണ്ണിന് നമുക്ക് ജയിക്കാൻ പറ്റും. സഞ്ജുവിന്റെ ഫോം തന്നെ ഒരു പ്രശ്നം തന്നെയാണ്. സഞ്ജു ഫോം ആയില്ലെങ്കിൽ ഇന്ത്യയുടെ ജയസാധ്യത കുറവാണ്. മറുവശത്തും നല്ലോണം കളിക്കുന്ന പ്ലേയേഴ്സ് ഉള്ളത്. ന്യൂസിലാൻഡ് കുഴപ്പമില്ലാത്ത പ്ലേയേഴ്സാണ് എല്ലാം ഉള്ളത്. കപ്പെടുക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഒരു 250 സ്കോർ നമ്മൾ എന്തായാലും കടന്നേ പറ്റൂ. 150 ഒന്നും കിടക്കണ്ട. അതൊക്കെ ആ പിച്ചിന്റെ ഇതൊക്കെ കൊണ്ട് വന്നതായിരിക്കാൻ സാധ്യതയുള്ളൂ. അതിപ്പോൾ അഹമ്മദാബാദിലല്ലേ കളി. അപ്പോൾ മിക്കവാറും ഒരു 200 താഴെ 200 അടുത്തടിച്ചാൽ ഇന്ത്യക്ക് കപ്പെടുക്കാം. ഒരു 180 റൺ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ കപ്പെടുക്കും. ഫസ്റ്റ് ബാറ്റിംഗ് ആണ്. അതെ, ന്യൂസിലാൻഡ് കുറച്ച് സ്പിൻ ഹെവി ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മുടെ പിള്ളേർക്ക് ഇന്ത്യക്ക് അത് കുഴപ്പം വരാൻ സാധ്യതയില്ല. ഇന്ത്യ സ്പിന്നെ കളിച്ചോളൂ. ഇന്ത്യയിലാണുള്ള കളി നടക്കണം. ആ ഒരു അനുകൂല്യമൊക്കെ ഇന്ത്യക്ക് ഉണ്ടാവും. ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും ഇന്ത്യ കപ്പെടുക്കും. ഒരു 150 ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ 150 റണ്ണ് അടിച്ചാൽ കപ്പെടുക്കും. സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിൽ ഒരു 150 റണ്ണിൽ ന്യൂസിലാൻഡിനെ ഒതുക്കി കഴിഞ്ഞാൽ ഇന്ത്യക്ക് കപ്പെടുക്കും. നമ്മുടെ അഹമ്മദാബാദിലത്തെ ഈ 2023 ചരിത്രം ഒരു പേടിയുണ്ട് നമുക്ക്. എനിക്ക് കറക്റ്റ് എന്താണ് അഹമ്മദാബാദിൽ ഓസ്ട്രേലിയ ആയിട്ടുള്ള ഫൈനൽ മാച്ച് ഉണ്ടായിരുന്നത്. നോക്കേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ പിള്ളേരെ എല്ലാവരും ചെറുപ്പമുള്ള പിള്ളേരല്ലേ കപ്പെടുത്തോളൂ. നാളെ ഇന്ത്യ ന്യൂസിലാൻഡ് ഫൈനലാണ്. നമുക്ക് ഇന്ത്യക്ക് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കാനുള്ളതെന്ന്? പ്രതീക്ഷ ഒറ്റ പ്രതീക്ഷയുള്ളൂ, കപ്പടിക്കുക. അതാണ് നമ്മളെ കപ്പടിച്ചിരിക്കും. നമ്മുടെ സഞ്ജു 2 മാച്ചായിട്ട് 100-നടുത്ത് എത്തി തിരിച്ചു പോവുകയാണ്. സഞ്ജുവിന് ഒരു 100 നാളെ പ്രതീക്ഷിക്കാൻ പറ്റുമോ? സഞ്ജുവിന് 100 അല്ല പ്രതീക്ഷിക്കുന്നത്. പുള്ളി ഇതേപോലുള്ള ഇമ്പാക്റ്റുള്ള ഇന്നിങ്സ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ സെഞ്ചുറി കാട്ടി വലുത് ഇയാൾക്കൊരു 80-90 അത് തന്നെയാണ് നമുക്കൊരു സെഞ്ചുറി. അങ്ങനെ അതേപോലെ ഒരു സ്റ്റാർട്ട് കിട്ടിയാൽ മതി. മീൻസ് പുള്ളി കളിച്ച് ഇത്രയും 4 ഇന്നിങ്സ് കളിച്ചു, അതിൽ ഓൾമോസ്റ്റ് 200+ തന്നെ ഇപ്പം തന്നെ നേടിക്കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാവും എന്തോളം ഇമ്പാക്റ്റാണ് പുള്ളി അതിലുണ്ടാക്കുന്നുള്ളത്. അത് എന്തായാലും അത് തന്നെ നമുക്ക് കിട്ടണം. ന്യൂസിലാൻഡിൻ്റെ ഇതിന് മുന്നുണ്ടായിരുന്ന ബൈലാറ്ററൽ സീരീസിൽ അഭിഷേക് അത്യാവശ്യം നല്ലോണം പെർഫോം ചെയ്തിരുന്നു. പക്ഷേ ഈ സീരീസിൽ അത് പറ്റിയിട്ടില്ല. നാളെ അഭിഷേക് നല്ലോണം പെർഫോം ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടോ? തള്ളിക്കളയാൻ പറ്റത്തില്ല, തീർച്ചയായും സാധ്യതയുണ്ട്. നമ്മുടെ ആ ഒരു ഓപ്പണിംഗ് ടോപ്പ് 3 ആണല്ലോ നമ്മുടെ ആ പവർ പ്ലേയിൽ ഉള്ള സ്കോറും ഒക്കെയാണ് നമുക്ക് കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യുന്നത്. തീർച്ചയായും നല്ലൊരു പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ബോളിംഗ് നിര നോക്കുമ്പോൾ നമ്മൾ ബുംറയെ കൂടുതലായിട്ട് ആശ്രയിക്കുകയും ഒരു പ്രഷർ ഭയങ്കരമായിട്ട് ബുംറയ്ക്ക് കൊടുക്കുന്നത് പോലെ ഒരു ഫീൽ തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നില്ല. പിന്നെ ബുംറ ഉള്ളപ്പം അത് നമ്മുടെ ഒരു കരുത്ത് തന്നെയാണ്. ഏതൊരു T20 സൈഡും ആഗ്രഹിക്കുന്നതാണ് ബുംറ പോലൊരു ബോളറെ കിട്ടുന്നുള്ളത്. പിന്നെ എല്ലാവർക്കും എല്ലാ ബോളേഴ്സിനും എല്ലാവരുടെയും നല്ലതാണെന്നല്ലോ. ഇപ്പോൾ വരുണിൻ്റെ കാര്യം എടുത്താൽ തന്നെ പുള്ളി നമ്പർ 1 ആണ്. അപ്പം എല്ലാ കളിയും അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് കളിച്ചെന്നില്ല. ഒരു ബാഡ് ഡേ വരാം. ചിലപ്പോൾ വരുണായിരിക്കും നമ്മുടെ ഫൈനലിൽ നമ്മുടെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ബോളർ. അപ്പോൾ ആരെയും അങ്ങനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ നമ്മുടെ കറണ്ട് 11 നിന്ന് ആരെങ്കിലും ഒഴിവാക്കിയിട്ട് ബെഞ്ചിലിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്ലെയറിനെ എടുക്കാനാണെന്നുണ്ടെങ്കിൽ ആരെടുക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഇല്ല, ഞാൻ പറയുന്നത് ഈ സെയിം 11 വെച്ച് തന്നെ ഇന്ത്യ പോകണമെന്നാണ്. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് 11 തന്നെയാണ് ഇന്ത്യയുടെ. അത് ഈ സെയിം 11 തന്നെ പോയി നമ്മൾ കപ്പടിക്കുന്നതാണ് എൻ്റെ. അലൻ കഴിഞ്ഞ മാച്ചിൽ കാണിച്ച പ്രകടനം ഇത്തവണയും നമുക്കൊരു ഭീഷണിയാവാനുള്ളൊരു സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. നമ്മുടെ ആ ഒരു പവർ പ്ലേ ബോളിംഗ് ആയിരിക്കും നമ്മുടെ ഏറ്റവും ക്രൂഷ്യൽ. ബാറ്റിങ്ങിനെക്കാട്ടി കൂടുതൽ ക്രൂഷ്യൽ. കഴിഞ്ഞ വട്ടം നമുക്ക് ഇംഗ്ലണ്ടിന് ഒരു 2-3 വിക്കറ്റ് എടുക്കാൻ പറ്റി.
അതേപോലെ തന്നെ ആ ഒരു പവർ പ്ലേയിൽ നമുക്ക് ഒരു 3 വിക്കറ്റ് അവരുടെ ടോപ്പ് ഓർഡേഴ്സിനെ മാക്സിമം ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് കളി പിടിക്കാം. T20 ഒരു സൂപ്പർ സ്റ്റേഷനാണ് ഇതുവരെയൊക്കെ ഉള്ളത്. നമ്മൾ ഹോസ്റ്റിംഗ് ആയിട്ടുള്ള കൺട്രി ഇതുവരെ കപ്പ് എടുത്തിട്ടില്ല എന്നുള്ളൊരു സംഭവമുണ്ട്. അങ്ങനെ ഒരു സൂപ്പർ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ODI വേൾഡ് കപ്പിൽ ഇന്ത്യ അടിച്ചിട്ടില്ലായിരുന്നു, പക്ഷെ അന്ന് നമ്മൾ അടിച്ചു. അപ്പോൾ ഈ വട്ടം നമ്മളത് തിരുത്തും, നമ്മളടിക്കും. ന്യൂസിലൻഡ് ജയിക്കും. ന്യൂസിലൻഡ് ജയിക്കുന്നോ? എന്താ കാരണം? ന്യൂസിലൻഡ് ജയിക്കും. ഇന്ത്യൻ ടീം അങ്ങോട്ട് പോരാ, അത് തന്നെ കാര്യം. ന്യൂസിലൻഡിൻ്റെ ലാസ്റ്റ് പെർഫോമൻസിൻ്റെ ഒരു ബലത്തിലാണത്. അതെ അതെ, അത് മാത്രമല്ല ടൂർണമെൻറ്റിൽ മൊത്തത്തിൽ ന്യൂസിലൻഡ് നല്ല കളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ന്യൂസിലൻഡ് ജയിക്കാനാണ് ചാൻസ് കൂടുതൽ. നമ്മുടെ ബോളിംഗ് ഇത്തിരി സെറ്റ് ആവാനുണ്ടെന്നൊരു തോന്നലുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. നമ്മൾ ബുംറേനെ മാത്രമാണ് ഇപ്പോൾ ആശ്രയിക്കുന്നതെന്നൊരു ഉറപ്പായിട്ടും ബുംറേനെ മാത്രം ആശ്രയിച്ചാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം വേറെ ആരെറിഞ്ഞാലും അടി കിട്ടും. പിന്നെ കഴിഞ്ഞ കളി പിന്നെ എല്ലാവരും അത്യാവശ്യം എറിഞ്ഞെങ്കിലും എല്ലാവർക്കും നല്ല രീതിയിൽ റണ്ണ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ബുംറ തന്നെയാണ് ഇപ്പോഴും ആശ്രയിക്കുന്നത്. നമ്മുടെ ബാറ്റിങ്ങിൽ നിരയിൽ സ്പിന്ന് ടേക്ക് ഓൺ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്ലെയേഴ്സേ ഉള്ളൂ നന്നായിട്ട്, ഇപ്പോൾ സഞ്ജുവിനൊക്കെ പോലെ. അതൊരു പ്രശ്നമാവും? അത് എല്ലാ പ്ലെയേഴ്സും ഇപ്പോൾ നിലവിലിപ്പോൾ സഞ്ജുവും ശിവൻ ഡുബെയാണ് ഫോമിലിരിക്കുന്നത്. ബാക്കി എല്ലാവരും പറയാൻ പറ്റില്ല. എല്ലാവരും വേണേൽ ചിലപ്പോൾ സഞ്ജു അടുത്ത കളി ഡക്കിന് പോയെന്ന് വരും. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും ന്യൂസിലൻഡ് ജയിക്കുള്ളൂ. അഭിഷേകിൻ്റെ കാര്യം എന്താവുന്നല്ല? അഭിഷേക് അടിച്ചാലായിന്ന് പറയാം, അല്ല അതിപ്പോൾ എന്താ പറയുന്നത് തോന്നുന്നില്ല. ഞാൻ എന്തായാലും ന്യൂസിലൻഡ് ജയിക്കുന്നേ പറയുള്ളൂ. ഓക്കെ, ന്യൂസിലൻഡ് ജയിക്കുന്നുള്ള ആദ്യത്തെ ആളാണിത്. അതെ, എന്തായാലും ന്യൂസിലൻഡ് ജയിക്കും, വേറെ ഒന്നും പറയാനില്ല. നാളെ ഇന്ത്യയുടെ പെർഫോമൻസിൽ ഏറ്റവും കൂടുതൽ സ്കോർ ആരായിരിക്കുന്നത് തോന്നുന്നത്? സഞ്ജു തന്നെയാവും? ഒരാൾ സഞ്ജുവും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. സഞ്ജുവിന് നല്ല ഫോമിലാണ് ഇപ്പോൾ. അതെ. പിന്നെ അഭിഷേക് കളിക്കുന്നെങ്കിലും നാളെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് കളിക്കുന്നതാണ്. ഹാർദിക് പാണ്ഡ്യ എല്ലാവരും നല്ലോണം കളിക്കുന്നതാണ്. ന്യൂസിലൻഡായിട്ട് അഭിഷേകിന് ഒരു പാസ്റ്റ് ഉണ്ട്, നമുക്കത് നാളെ പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും അത് പ്രതീക്ഷിക്കുകയാണ് നമ്മൾ, തീർച്ചയായിട്ടും പ്രതീക്ഷിക്കും. ന്യൂസിലൻഡുകാരുടെയും നല്ല ബാറ്റേഴ്സാണ്. നമ്മുടെ ബോളിംഗ് നിര അത്ര ബോളിങ് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇന്ത്യ മെച്ചപ്പെട്ട് വരുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞ കളിയിലും ബുംറയുടെ ആ 18ാമത്തെ ഓവറിലായിരുന്നു. ശരിയാണ് കളി നിർണായകമായത്. 6 റൺസ് വിട്ടുകൊടുത്തോളൂ. അതിനകത്ത് ഒരുപാട് മാറ്റം വരും. തീർച്ചയായിട്ടും ഫൈനലിൽ കപ്പടിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ന്യൂസിലൻഡ് കുറച്ച് സ്പിൻ ഹെവി ആയിട്ടുള്ള ടീം ഇപ്പോൾ ഇറക്കാൻ പോകുന്നത്. നമ്മുടെ ഇന്ത്യൻ ബാറ്റേഴ്സിന് സ്പിന്ന് കളി അഭിഷേക് പിന്നെ ശിവൻ ദുബെ സ്പിന്നിൻ്റെ ആളാണ്. സഞ്ജു കളിക്കുന്നുണ്ടോ? അതെ, എല്ലാവരും കളിക്കും. ഹർദിക്കും കളിക്കും, സൂര്യകുമാർ കളിക്കും, കുഴപ്പമില്ല. നമ്മുടെ ചരിത്രത്തിൽ 3 തവണ ഹെഡ് ഓൺ മാച്ച് വന്നതിൽ ന്യൂസിലൻഡായിട്ട് തോറ്റിട്ടുള്ളതാണ് പ്രശ്നം, വേൾഡ് കപ്പിന്റെ സെൻസിൽ. അത് നമുക്ക് അങ്ങനെ ഒരു അതേപോലെ ഈ കളിയിൽ വരുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. നമ്മുടെ കഴിഞ്ഞ ബൈലാറ്ററലിന്റെ മാച്ചിന്റെ ഒരു പിച്ചിന്റെ ഇതും പ്രത്യേകത എല്ലാം വരും. അതെ. നാളെ സ്കോർ എന്തായിരിക്കും? നമ്മുടെ ഫസ്റ്റ് ബാറ്റിങ്ങിന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ 250ക്ക് മേളിൽ എന്തായാലും വരും. അതാണ് നമ്മുടെ ഉറപ്പായിട്ടും. നാളെ നമ്മുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടാവും? മാച്ച് ഇന്ത്യ ജയിക്കും. സഞ്ജുവിന്റെ പെർഫോമൻസ് നല്ലതായിരിക്കും. ബുംറ, സഞ്ജു, പിന്നെ അഭിഷേക് ശർമ്മ, ഈശാൻ കിഷാൻ, അത് 200+ ആണ്. ന്യൂസിലൻഡ് എങ്ങനെ ഉണ്ടാവും? ന്യൂസിലൻഡ് നല്ലുണ്ട്. പിന്നെ ഇന്ത്യ ബെസ്റ്റ്. നാളെ ടോപ്പ് സ്കോറർ ആരും? ടോപ്പ് സ്കോർ സഞ്ജു ആവാൻ ചാൻസ് ഉണ്ട്. 85 ഒന്നും നോക്കാല്ല, എന്തായാലും ജയിക്കും. സഞ്ജു സാംസൺ തന്നെ വീണ്ടും മാൻ ഓഫ് ദ മാച്ച് ആവും, മാൻ ഓഫ് ദ സീരീസ് ആവും. നമ്മുടെ ബോളിംഗ് നേരം എങ്ങനെ ഉണ്ടാവും നാളെ? ബുംറയില്ലേ, നമ്മളേത് സാഹചര്യത്തിലും ബുംറ തിരിച്ച് കൊണ്ടുവരും. ന്യൂസിലാൻഡിന്റെ ബാറ്റ്സ്മാൻമാർ മോശമല്ല. മോശം ബുംറ ഉണ്ടല്ലോ, ബുംറ എൻ്റെ ഓവറിൽ തന്നെ അവർ തോക്കും. 4 ഓവർ ഉണ്ടല്ലോ, 4 ഓവർ മതി, മറ്റുള്ളൊന്നും നമ്മൾ നോക്കുന്നില്ല. ലാസ്റ്റ് 4 ഓവർ ബുംറയുടെ 4 ഓവർ എന്തായാലും നമ്മൾ തിരിച്ചു. അതെ. അഭിഷേക് എങ്ങനെ ഉണ്ടാവും നാളെ? കാരണം മുന്നത്തെ എക്സ്പീരിയൻസ് ചാൻസ് ഉണ്ട് ഫോം ആവാൻ. കുറേ കളി ഫോം ഔട്ട് ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും സഞ്ജുവിനെ നോക്കിയിരിക്കും. അതെ, ചിലപ്പോൾ ഇനി അഭിഷേകായിരിക്കും, പറയാൻ പറ്റില്ല. നമ്മുടെ ഒരു സൂപ്പർസ്റ്റിഷൻ വെച്ചിട്ട് മുന്നുള്ള 3 മത്സരങ്ങൾ നമ്മൾ ന്യൂസിലാൻഡിനോട് T20 വേൾഡ് കപ്പിൽ തോറ്റിട്ടുള്ളൂ, നമ്മൾ ജയിച്ചിട്ടില്ല. അതൊരു പ്രശ്നമാവും? പ്രശ്നം ചാൻസ് ഇല്ല. ഇപ്പോൾ ഒരു സീരീസ് കഴിഞ്ഞില്ല, ബൈലാറ്ററൽ സീരീസ്, അതിൽ ഇന്ത്യ തൂത്തുവാരിയിട്ടുണ്ടായി. അതെ, അപ്പോൾ മാത്രമല്ല ഇന്ത്യ എന്നാണ് കളി. ആ ഒരു പെർഫോമൻസ് നമുക്ക് എന്തായാലും കിട്ടും. ന്യൂസിലാൻഡ് പതറാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ കളി ഭയങ്കര ഫോം ആയതുകൊണ്ട്, പിന്നെ ഇന്ത്യൻ്റെ ഹോം ഗ്രൗണ്ടാണ്, എല്ലാം കൊണ്ട് ക്രൗഡ് സപ്പോർട്ട് നമുക്കാണ്. എന്തായാലും ക്രൗഡ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ ഒരു 20-30% ജയിച്ചു. അതെ.
സഞ്ജു നാളെ 100 അടിക്കണമെന്ന്. സഞ്ജു നാളെ 100 അടിക്കണമെന്ന് ഇതുണ്ട്, പക്ഷെങ്കിൽ ചാൻസ് കുറവാ. 2 കളി അടുപ്പിച്ചായതുകൊണ്ട് ഇനി 3ാമത്തെ കളി എന്താവുമെന്ന് അറിയില്ല. അതാ നല്ലത്. നമ്മുടെ പ്രതീക്ഷ എന്താ? നാളെ ഇന്ത്യ ജയിക്കും. ഇന്ത്യ ജയിക്കും, നല്ലൊരു മാർജിനോടെ ജയിക്കും. നല്ല മാർജിനും. സഞ്ജു ഇപ്പോൾ 2 കളിയിലായിട്ട് നല്ല ഫോമിലാണ്. അതെ. അതിന്റെ ഭാഗമായിട്ട് ഈ കളിയിൽ നല്ലൊരു ഓപ്പണിംഗ് കൂട്ടിയിട്ട് തന്നെ ഇന്ത്യക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ജയിക്കാൻ സാധ്യത കൂടുതലാണ്. നമ്മുടെ ബൈലാറ്ററൽ സീരീസിൽ അഭിഷേകിന്റെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു ന്യൂസിലാൻഡിനെതിരെ. അതേ കൂട്ടിയിട്ട് നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. അഭിഷേക് കുറെ നാളായിട്ട് ഇപ്പൊ മോശം ഫോമിലായിരുന്നു. പക്ഷെ നിലവിൽ ഈ സിംബാബ്വെക്കെതിരെയാണ് ഒരു നല്ലൊരു 50 റണ്ണുകൾ എടുത്തത്. പക്ഷെ അഭിഷേക് തിരിച്ചപ്പോ വന്നാൽ ഇന്ത്യക്ക് നല്ലൊരു മാർജിൻ ജയിക്കാൻ സാധിക്കും എന്നുള്ളത് എൻ്റെ വിശ്വാസം. എന്നാലും സഞ്ജുവിന്റെ ഒരു ഫോം ഇപ്പൊ നിൽക്കുന്നതുകൊണ്ട് നല്ലൊരു വിജയ സാധ്യത ഇന്ത്യക്ക് ഉണ്ട്. അതിലുണ്ട്. നമ്മുടെ ബോളിങ് ഇപ്പൊ ബുംറ കുഴപ്പമില്ല. വരുൺ ചക്രവർത്തി നേരത്തെ ഫോമിലായിരുന്നു, ഇപ്പൊ ഫോമിലല്ല. അതും ഒരു പരിഹരിച്ചാൽ നല്ലൊരു ഇതിൽ കിട്ടും എന്നാണ് എന്റെ പ്രതീക്ഷ. നമ്മൾ ബുംറയിൽ കുറച്ച് അമിത പ്രതീക്ഷ വെക്കുന്നുണ്ടോ? സംശയം. ബുംറയാണ് കഴിഞ്ഞ കളിയിൽ ആ ലാസ്റ്റ് ഓവറിൽ ടൈറ്റ് ചെയ്ത് അവന്റെ മിടുക്കുണ്ട്. അല്ലെങ്കിൽ കഴിഞ്ഞ കളി നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകേണ്ടായിരുന്നു സെമി. അല്ലെങ്കിൽ ആ റൺ അതിൽ കുറഞ്ഞുകൊണ്ടാണ് ദുംബക്ക് ആ ഓവർ ഇറക്കുമ്പോൾ ടെൻഷൻ ഇല്ലാതെ എറിയാനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഹാർദിക്കിന് 19ാമത്തെ ഓവർ കൊടുത്തതിന് ഒരു ഇതുണ്ടായിട്ടില്ല. അക്സറിന്റെ പെർഫോമൻസോ? കാരണം കുറച്ച് അക്സറിന്റെ ഒക്കെ ഫീൽഡിങ് നല്ലൊരു ഇതാണ് കാണിക്കുന്നത്. അതെ. ന്യൂസിലാൻഡിലേക്ക് വരുമ്പോൾ അവിടുത്തെ കഴിഞ്ഞ മാച്ചിൽ നോക്കുമ്പോൾ 2 ബാറ്റ്സ്മാൻമാരും മുൻനിരയിലുള്ള 3 ബാറ്റ്സ്മാൻമാരും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിരുന്നു. ഇത്തവണ അതിനുള്ളൊരു സാധ്യത ഉണ്ടോ? അവർക്കുണ്ട്, പക്ഷേ ഇന്ത്യ അത് മറികടക്കണം എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതെ. നമ്മുടെ ആ പിച്ച് പറയുമ്പോഴേ കുറച്ച് വലിയ ഗ്രൗണ്ടാണ്, അതുപോലെ സ്ലോവർ ആയിട്ടുള്ള ഒരു പിച്ച്. ആദ്യം ബാറ്റ് ചെയ്യുന്നവർക്ക് കുറച്ച് റണ്ണ് ബുദ്ധിമുട്ട്, രണ്ടാമത് ബാറ്റ് ചെയ്യാനാണ് പ്രിഫറൻസ്. നമ്മൾ നാളെ അത് ചെയ്യുമോ? മിക്കവാറും അതായിരിക്കും സാധ്യത. ഫസ്റ്റ് കിട്ടിയാൽ ബാറ്റ് ചെയ്യാൻ ഇന്ത്യ എടുക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ ബാറ്റിംഗ് അനുകൂലമായിട്ട് പിച്ച് അല്ലെങ്കിൽ പോലും ചേസ് ചെയ്യുന്നൊരു ബുദ്ധിമുട്ടാണ് ആ ഗ്രൗണ്ട്. അങ്ങനെ ഒരു ഇതുകൊണ്ട് ഇതായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റിംഗ് പിച്ചായിരുന്നു. അതുകൊണ്ടൊരു ബോളർമാർക്കൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് ബോളർമാർക്ക് കൂടി ഒരു സാഹചര്യമുള്ളൊരു പിച്ചായതുകൊണ്ട് ബോളർമാരെ പ്രതീക്ഷിക്കാം എന്നാണ് എൻ്റെ പ്രതീക്ഷ. സംശയമൊന്നും വേണ്ട, ഇന്ത്യ തൂക്കും. സഞ്ജുവിൻ്റെ ഒരു കിടിലൻ പെർഫോമൻസും കൂടെ എനിക്ക് തോന്നേണ്ടത് അധികം ഹോപ്പ് വെക്കണ്ട, എന്നാലും സഞ്ജു തകർക്കും തന്നെയാണ് പുള്ളിയിൽ നിന്നൊരു ആഗ്രഹം. പക്ഷേ നമുക്ക് നോക്കാം, സഞ്ജു കളിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. ന്യൂസിലാൻഡ് കുറച്ച് സ്പിൻ ഹെവി ആയിട്ടുള്ള ടീമാണിപ്പോൾ. കറൻ്റ്ലി നമുക്ക് കുറച്ച് സ്പിന്നെ അറ്റാക്ക് ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റുകൾ സഞ്ജു പോലുള്ളവരേ ഉള്ളൂ. അതൊരു പ്രശ്നമാവും തോന്നുന്നുണ്ടോ? ഇന്ത്യയിലായതുകൊണ്ട് അത്ര വലിയ പ്രശ്നമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇന്ത്യയിലായതുകൊണ്ട് സ്പിന്നർമാരെ അല്ലെങ്കിൽ ഇന്ത്യയിൽ സ്പിൻ കളിക്കാൻ ഇന്ത്യക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇനി കുറച്ച് സൂപ്പർസ്റ്റിഷൻ്റെ കാര്യമാണ്. നമ്മൾ വേൾഡ് കപ്പിൽ ഇതിന് മുന്നും 3 തവണ ഹെഡ് ഓൺ മാച്ച് വന്നിട്ടുണ്ട്. 3 തവണയും തോറ്റതാണ് ചരിത്രം. അതിൻ്റെ ഒരു പേടി. അത് ഇപ്പോൾ പുതിയ പിള്ളേരല്ലേ, പുതിയ പിള്ളേരാകെ മറന്നിട്ട് ബാക്കി ചേട്ടന്മാർക്ക് വേണ്ടി അടിച്ചു കൊടുക്കട്ടെ നമുക്ക് നോക്കാം. അതുപോലെ വേറൊരു കാര്യമുള്ളത് അഹമ്മദാബാദിൻ്റെ പ്രശ്നമാണ്. 2023 ഒരു ഓർമ്മയും പേടി എല്ലാവർക്കും ഉണ്ട്. അതും ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ടോ? 2 സൈഡും ഉണ്ട്, പേടിയുമുണ്ട്. അതേസമയം അതേപോലെ രോഹിത് അംബാസഡറാണ് ICC. അപ്പോൾ അവർ കളി കാണാനുണ്ടാവുന്ന പ്രതീക്ഷിക്കാം. അവരുടെ മുമ്പിൽ വെച്ച് അത് നേടിക്കൊടുത്ത് അവരുടെ മുമ്പിൽ വലിയ ആളാവട്ടെ എന്നുള്ളൊരു സാധനത്തിലും കളിക്കും എന്ന് പ്രതീക്ഷിച്ച് കപ്പ് കൊണ്ടുവരട്ടെ എന്ന്, തിരിച്ചു പിടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ്. നല്ല പ്രതീക്ഷയാണ്, ഇന്ത്യ ജയിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ലാസ്റ്റ് മാച്ചൊക്കെ കണ്ടപ്പോൾ സഞ്ജുവും എല്ലാവരും നല്ല ഫോമിലാണ്. ജയിക്കുന്ന T20 ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും കൂടുതൽ റൺസ് എടുത്തേക്കണ ഇന്ത്യ തന്നെയാണ്. 255 റൺസ് ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ ചേസ് ചെയ്ത് ജയിച്ചേക്കണ ഇന്ത്യ തന്നെയാണ്. വെസ്റ്റ് ഇൻഡീസായിട്ട് ഏറ്റവും കൂടുതൽ റണ്ണ് ചേസ് ചെയ്ത് നല്ല പ്രതീക്ഷയാണ്. ജയിക്കുമായിരിക്കും. മാത്രം ഓപ്പോസിറ്റ് ടീമും അത്രയും ടഫാണ്. അതുകൊണ്ട് തന്നെ നോക്കാം, ടൈറ്റ് ആയിരിക്കും കോമ്പറ്റീഷൻ എപ്പോഴും. ഫൈനലല്ലേ. അവരുടെ കഴിഞ്ഞ തവണത്തെ ബാറ്റിങ്ങിൻ്റെ ഒരു പേടി നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ടോ? പേടിക്കണം. ഇപ്പോൾ ലാസ്റ്റ് കളിയിലും അവർ ഏകദേശം വന്ന് 7 റൺസിനെങ്ങാണ്ട് ഇന്ത്യ ജയിക്കണത്. അത് അപ്പോൾ അത് പേടിക്കേണ്ടി വരും. നമ്മുടെ ഇതുപോലെ ഇരിക്കും, ഏത് കളിയുടെ ആ ഒരു ഇതുപോലെ ഇരിക്കും അന്നത്തെ മാച്ചിൻ്റെ. നമ്മൾ ബാറ്റിങ്ങിൽ സഞ്ജുവിനെ തന്നെയാണോ കൂടുതൽ ആശ്രയിക്കാൻ പോണത്? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എല്ലാ പ്ലേയേഴ്സും അവരത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ, നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? സഞ്ജുവിനോ അത് മാത്രം സഞ്ജു വല്ല ഫോമിലാണ് കറക്റ്റ്. കേരളത്തിൽ നിന്ന് പോകുമ്പോൾ 10 കൊല്ലമായിട്ട് പുള്ളി ബെഞ്ചിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടിരിക്കണം. ഇപ്പം തിളങ്ങാൻ കിട്ടിയ നല്ല അവസരമാണ്. അതിന് ഇനി മുന്നോട്ട് നല്ല മാച്ചായിരിക്കും. പുള്ളി നല്ല മിക്കവാറും ഒരു സെഞ്ചുറി കിട്ടാനുള്ള സാധ്യതയുണ്ട്. കറക്റ്റായിട്ട് അടുത്ത് വരെ എത്തിയിട്ട് കളി ഇരുന്നു കൊണ്ട് ഇതായി നിൽക്കണത് കിട്ടും. അഭിഷേകിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും? കാരണം പുള്ളി ന്യൂസിലൻഡായിട്ട് ബൈലാറ്ററൽ സീരീസ് നടന്നപ്പോൾ നല്ല പെർഫോമൻസ് ആയിരുന്നു, സെഞ്ചുറി ഒക്കെ പോയതാണ്. ഇപ്പോൾ ലാസ്റ്റ് ഒരു 2-3 കളിയായിട്ട് ഒരു 50ൻ്റെ ഫോം ഉണ്ടായിരുന്നു, പിന്നെയും പോയി.
ഇതിൽ ഫൈനലിലെങ്കിലും ആളൊന്ന് കയറി വരുന്ന പ്രതീക്ഷിക്കാം. അതിന് പറയാൻ പറ്റുള്ളൂ, നമുക്ക് വേറെ എന്ത് പറയാൻ പറ്റുമോ? കാരണം ബാറ്റ് ചെയ്യണവരില്ലേ, നമ്മളിപ്പം കണ്ടിരിക്കുമ്പോൾ അവര് ജയിക്കണം അടിക്കണം എന്നുള്ള ഇതിലൊക്കെയാണ് നമ്മൾ കാണുന്നത്. ചില ഏത് നമുക്ക് സങ്കടം തോന്നും, പോയി കായത് തോറ്റുപോയല്ലോ തോന്നുന്നു ഇത്രയും കണ്ടിരുന്നിട്ട്. ജയിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. ശരി ബ്രോ, താങ്ക്സ്.